ഇന്നലത്തെ ഹംനയുടെ ഹയാസിന്റെ ബഹളം കാരണം എനിക്ക് ബുക്സ് ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്സ് ഒക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കാണ്. ഹയാസിന്റെ സ്കൂൾ ഡയറി ഇതുവരെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇക്കാക്ക എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ അത് കവർ ചെയ്യാണ്. പിന്നെ ഞാൻ യൂണിഫോം അയൺ ചെയ്യാനായിട്ട് നിന്നു. വെനസ്ഡേ ആയതുകൊണ്ട് ടൈയും കോട്ടും ഒന്നും ഇല്ല, ടീഷർട്ടാണ്. അതും കഴിഞ്ഞ് വാട്ടർ ബോട്ടിലിൽ ഞാൻ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് പഴം വാട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് ഒരു വലിയ പഴമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഹാഫ് മാത്രമാണ് വാട്ടിയിട്ട് കൊടുത്തു വിട്ടത്. കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് വെക്കാനായിട്ട് ഞാൻ പപ്പടം കൂടി കുഞ്ഞതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇക്കാകത്തെ ഹയാസിനെ കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്ത് പോയിട്ടുണ്ട്. ഇതിപ്പോ ലഞ്ചിന് കൊടുത്തു വിടുന്നത് ചോറല്ല കേട്ടോ, ഉപ്പുമാവാണ്. കുറച്ച് പഞ്ചസാര കൂടി സ്പ്രെഡ് ചെയ്ത് സ്പൂണ് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടവും കൂടി വെച്ച് ലഞ്ച് ബോക്സും സെറ്റായി. ഇക്കാക ഹയാസിനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനകത്തെ ഉപ്പുമാവ് എടുക്കാണ്. കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ബീഫ് കറിയാണ്. വലിയ പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ബീഫ് കഴിയാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. ഹയാസിനെ റെഡിയാക്കുന്നതിനിടയിൽ ഫുഡും വാരി കൊടുത്തു. രാവിലെ തോട്ടപ്പാച്ചിലുകളും കഴിഞ്ഞത് സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പോവാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ.